ശ്വേതയിൽ പ്രണയാഭ്യർത്ഥന നിരസിച്ച യുവതിയെ യുവാവ് കൊന്നു. ഹാസൻ ജില്ലയിലെ ചന്ദനഹള്ളിയിൽ ബുധനാഴ്ചയാണ് കൊലപാതകം നടന്നത്. ഇരുവരും കാറിലിരുന്ന് സംസാരിക്കുന്നതിനിടെ പ്രകോപിതനായ യുവാവ് ചന്ദനഹള്ളി തടാകത്തിലേക്ക് കാർ ഓടിച്ചിറക്കി. യുവാവ് നീന്തി രക്ഷപ്പെട്ടു. എന്നാൽ യുവതി തടാകത്തിൽ മുങ്ങി മരിക്കുകയായിരുന്നു. ശ്വേത എന്ന 32-കാരിയാണ് കൊല്ലപ്പെട്ടത്. വർഷങ്ങൾക്ക് മുൻപ് ജോലി സ്ഥലത്തു വെച്ചാണ് രവിയും ശ്വേതയും പരിചയപ്പെടുന്നത്. രവി വിവാഹിതനാണ്. ശ്വേത വിവാഹബന്ധം ഏർപ്പെടുത്തി മാതാപിതാക്കളോടൊപ്പം താമസിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി തന്നെ പ്രണയിക്കണമെന്നാവശ്യപ്പെട്ട് രവി ശ്വേതയെ സമീപിക്കുന്നുണ്ടായിരുന്നു. ശ്വേതയ്ക്ക് വേണ്ടി ഭാര്യയെ ഉപേക്ഷിക്കാനും തയ്യാറാണെന്ന് രവി പറഞ്ഞിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ രവിയുടെ ആവശ്യങ്ങളെല്ലാം ശ്വേത നിരാകരിച്ചിരുന്നു. ശ്വേതയുടെ നിലപാടിൽ പ്രകോപിതനായ രവി ചില ആസൂത്രണങ്ങളോടെ തന്നെ ശ്വേതയോട് സംസാരിക്കണമെന്നാവശ്യപ്പെട്ടു. ഗൗരവമുള്ള ചിലത് പറയണമെന്ന് അറിയിച്ചതോടെ സംസാരിക്കാൻ തയ്യാറായ ശ്വേത രവിയുടെ കാറിലിരുന്ന് സംസാരിക്കാൻ അനുവാദം മൂളി. എന്നാൽ വീണ്ടും രവി പ്രണയാഭ്യർത്ഥന നടത്തിയതോടെ ശ്വേത ശക്തമായി പ്രതികരിച്ചു. ഇതോടെ രവി ചന്ദനഹള്ളി തടാകത്തിലേക്ക് കാർ വേഗത്തിൽ ഓടിച്ചിറക്കി. കാർ തടാകത്തിൽ മുങ്ങിയതിന് പിന്നാലെ രവി നീന്തി കരയിൽ കയറി. ശ്വേത തടാകത്തിൽ മുങ്ങി മരിച്ചു. ചോദ്യം ചെയ്യലിൽ തന്ത്രപൂർവ്വമാണ് രവി പോലീസിനോട് കാര്യങ്ങൾ പറഞ്ഞത്. ഡ്രൈവിംഗിനിടെ കാർ അബദ്ധത്തിൽ തടാകത്തിലേക്ക് വീണതാണെന്നും തനിക്ക് നീന്തിക്കയറാൻ കഴിഞ്ഞെന്നും ശ്വേതയ്ക്ക് അതിന് കഴിഞ്ഞില്ലെന്നും രവി പോലീസിനോട് പറഞ്ഞു. പോലീസ് രവിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു. ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.